നമ്മുടെ പവിത്രൻ 2 വരാൻ പോവാണ് മക്കളെ, ജൂലൈ 13-ാം തീയതി മുതൽ. പക്ഷേ രാവിലെ 6 മണിക്കാണ്. 6 മണിക്കോ? എന്താ സംഭവം? പവിത്രം 2ന്റെ എന്താ കഥ? വിക്രമും വേദയൊക്കെ പിരിഞ്ഞു, അറിഞ്ഞോ? വിക്രം ജയിലിനകത്തായി, വേദ എല്ലാം കളഞ്ഞിട്ട് പോയി, കുട്ടിയെ എടുത്തോണ്ട് വേദ പോയി. വേദയ്ക്ക് ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മുടെ വിക്രം കാണുവാണ്. അങ്ങനെ കഥ മൊത്തത്തിൽ ഇനി വേറെ ലെവലാണ് മക്കളെ. പക്ഷെ വിക്രവും വേദയും രണ്ട് വഴിക്കായി. എന്തൊക്കെയാണ് നമ്മുടെ പവിത്രം 2ന്റെ അപ്ഡേറ്റുകൾ? പ്രേക്ഷകർ ജനലക്ഷങ്ങൾ കാത്തിരിക്കുന്ന അവരുടെ ഭയങ്കര ഫേവറേറ്റ് സീരിയലാണ് സത്യം അല്ലേ? അപ്പോൾ പവിത്രം 2ന്റെ കുറച്ച് വിശേഷങ്ങളോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അങ്ങനെ നമ്മുടെ പവിത്രം 2 തുടങ്ങാൻ പോകുന്നത് ജൂലൈ 13-ാം തീയതിയാണ്. TV-യിൽ ഉണ്ടാവില്ല. ഞാൻ ആദ്യം തന്നെ പറയുന്നു, TV-യിൽ ഇത് വരില്ല. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. ജിയോ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ പണ്ടത്തെ പോലെ ഫ്രീ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില നേരം കാശ് അടയ്ക്കുമ്പോൾ കിട്ടും, ചില നേരം കാശ് അടയ്ക്കാതെയും കിട്ടും. സോ ജിയോ സിം ഉള്ളവർക്കൊക്കെ അത് ഫ്രീ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. എനിവേ, എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാശ് അടച്ചാലേ പവിത്രം കാണാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ ജൂലൈ 13-ാം തീയതിയാണ് പവിത്രത്തിന്റെ സീസൺ 2 തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിലെ എല്ലാ സീരിയലുകളുടെയും പുതിയ എപ്പിസോഡ് വരുന്നത് എപ്പോഴാ? രാവിലെയാണ് വരുന്നത്. 6 മണിയാകുമ്പോൾ പുതിയ എപ്പിസോഡ് വരും അല്ലേ? ചിലപ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആവും. അപ്പം ആ സമയത്ത് തന്നെ ആയിരിക്കാം, രാവിലെ തന്നെ ആയിരിക്കാം മിക്കവാറും ഈ പറയുന്ന പവിത്രം 2 വരാനായിട്ടുള്ള സാധ്യത. സോ രാവിലെ നിങ്ങൾ ജൂലൈ 13-ാം തീയതിക്ക് വേണ്ടി കുറേ ഫാൻസ് രാവിലെ കണ്ണും നട്ട് കാത്തിരിക്കുന്നുണ്ടാവും. ഇനി എന്താണ് പവിത്രം 2ന്റെ കഥ? ഇത് ഓൾറെഡി നമുക്കറിയാം, ഒരു തമിഴ് സീരിയലിന്റെ മലയാളം റീമേക്കാണ്. അപ്പൊ തമിഴിലും ഇതുപോലൊരു സീസൺ 2 പോലെ ഒരു ന്യൂ ചാപ്റ്റർ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്രം ഇതുപോലെ ജയിലിലായതിനു ശേഷം 6 വർഷത്തിന് ശേഷമുള്ള കഥയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് വരുന്നത്. 6 വർഷത്തിന് ശേഷമുള്ള കഥ. അപ്പൊ ഈ 6 വർഷം കഴിയുമ്പോഴത്തേക്കും വിക്രം ജയിൽ മോചിതനാകുന്നു. വിക്രം പുറത്തിറങ്ങുമ്പോൾ വേദയെക്കുറിച്ച് ഒരു അറിവുമില്ല, വേദ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. വേദയെ വിക്രം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വേദ മറ്റൊരു സ്ഥലത്ത്, വേദ ഗർഭിണിയായിരുന്നു ഇതിനിടയ്ക്ക് വെച്ച്. വിക്രം ജയിലിൽ പോയ ആ സമയത്ത് വേദ ഗർഭിണിയാവുന്നു. അപ്പൊ ആ ഒരു കാര്യം വിക്രത്തിന് എന്ത് ചെയ്യില്ല, വിക്രത്തിന് അറിയില്ല. വിക്രത്തിന്റെ കുഞ്ഞാണ് വേദയുടെ വയറ്റിലുള്ളതെന്ന് വിക്രത്തിന് അറിയില്ല. അങ്ങനെ നമ്മുടെ വേദ പ്രസവിക്കുന്നു. ആ ഒരു പെൺകുഞ്ഞാണ്. 6 വർഷം കഴിഞ്ഞ് നമ്മുടെ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും മറ്റൊരു സ്ഥലത്ത് സമാധാനമായിട്ട് നമ്മുടെ വേദ, വിഷമങ്ങളൊക്കെ മനസ്സിലുണ്ട്, എന്നാലും തൻ്റെ മകൾക്ക് വേണ്ടി എല്ലാം മറച്ചു പിടിച്ച് എന്ത് ചെയ്യാണ്, ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങി വേദയൊക്കെ തിരക്കുന്നതിൻ്റെയൊക്കെ ഇടയിൽ കുറെ എപ്പിസോഡുകൾ അങ്ങോട്ട് പോകും. പഴയ ഓർമ്മകളെല്ലാം ഇങ്ങനെ മനസ്സിൽ അലട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം തൻ്റെ സ്വന്തം മകളെ തന്നെ യാദൃശികമായി കണ്ടുമുട്ടുന്നുണ്ട് നമ്മുടെ വിക്രം. പക്ഷേ കണ്ടുമുട്ടുമ്പോൾ വിക്രത്തിന് അത് മകളാണെന്ന് അറിയില്ല. പക്ഷെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു തൻ്റെ ഭാര്യയുടെ ഒരു സാമ്യം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിക്രത്തിന് തോന്നും. വിക്രത്തിന്റെ കൂടെ നിൽക്കുന്ന പലർക്കും അതെല്ലാം തോന്നും. അങ്ങനെ അവസാനം അങ്ങോട്ട് പോയി തൻ്റെ സ്വന്തം മകളാണിതെന്നും തൻ്റെ ഭാര്യ തന്നിൽ നിന്നും ഗർഭം ധരിച്ചിട്ട് ഉണ്ടായിരുന്നെന്നും അന്ന് പ്രസവിച്ചിട്ടുണ്ടായിരുന്നെന്നും ഒക്കെ മനസ്സിലാക്കി വീണ്ടും വിക്രവും വേദയും ഒക്കെ കണ്ടുമുട്ടുകയും അവർ വീണ്ടും പഴയതുപോലെ ഒന്നിച്ച് വീണ്ടും കുടുംബത്ത് വരികയും ബാക്കി മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പുതിയ പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്ത് പോകുന്നതാണ് ഇതിൻ്റെ തമിഴിലുള്ളത്. കറക്റ്റ് ആ സാധനം തന്നെയായിരിക്കും മലയാളത്തിൽ വരുന്നത്. കാരണം അത് സൂപ്പർ സക്സസ് ആയ ഒരു കൺസെപ്റ്റ് ആണ് തമിഴിൽ. അപ്പോൾ ഇതാണ് പവിത്രം 2നെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനൊരു കഥയാണ് വരാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് പവിത്രം സീസൺ 2ന്റെ റിവ്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, എക്സ്പ്ലനേഷൻ റിവ്യൂ. അപ്പം കാരണം എല്ലാവർക്കും അത് TV ഇല്ലാത്ത കുറേ പ്രേക്ഷകരുണ്ടാവും അല്ലേ? അപ്പം ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും വരുന്നത്. അപ്പം എപ്പിസോഡ് രാവിലെ കണ്ടിട്ട് എന്താണ് സ്റ്റോറി എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പവിത്രത്തിൻ്റെ സീസൺ 1 കണ്ടിട്ടേ ഇല്ല. എനിക്കതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ കുറച്ച് പേരുടെ പേരുകൾ അറിയാമെന്നുള്ളതല്ലാണ്ട് എനിക്ക് ആ കഥയുടെ ജസ്റ്റ് ഒരു ചെറിയൊരു പ്ലോട്ട് പറയാമെന്നുള്ളതല്ലാണ്ട് എനിക്ക് ഭയങ്കര എൻ്റെ സ്റ്റോറി അറിയത്തില്ല. അപ്പം ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യട്ടെ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.